എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 420 കൊടുക്കാൻ വേണ്ടി നമുക്ക് 420 2019 വെറും 9000 കിലോമീറ്റർ ഓടി നമുക്ക് 420 കൊടുക്കാം. രണ്ടും മാനുവൽ കിലോമീറ്റർ വ്യത്യാസമുണ്ട്. പറഞ്ഞു. ഇത് 6000 കിലോമീറ്റർ, ഇത് 4000 കിലോമീറ്റർ. കാടൊക്കെ 2021 മോഡൽ സെലറി ഇസഡെക്സൈ വണ്ടി വെറും 13000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. 2014 മോഡൽ ഡിസയർ VXI 49000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. അത് 2020 മോഡൽ ബലെനോ ഡെൽറ്റ വേരിയൻറ്റ്. 2020 മോഡൽ ബലെനോ ഡെൽറ്റ വെറും 50000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നിന്ന് കുണ്ടറയിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഡസിൻ്റെ ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. കൊല്ലം വിട്ട് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ ഒന്ന് സനു എന്ന് പറയുന്ന ചേട്ടന്മാരോട് പോകുന്നുണ്ട്. 1-2 വീഡിയോകൾ കൂടി നമ്മൾ ഇവിടെ എടുത്ത് കാണിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോകൾ 1-2 കൂടിയൊക്കെ ഇറങ്ങിയതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ പോകുന്നതായിരിക്കും. തിരുവനന്തപുരം കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലം ഏതോ ഒരു ചേട്ടൻ എനിക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സ്ഥലത്തൊക്കെ വില കുറഞ്ഞ വണ്ടികൾ ഇഷ്ടം പോലുള്ള ഷോപ്പുകളുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ പോയി സനൂപ് എടുക്കണം. നമുക്ക് അത്തരത്തിലുള്ള വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പോകുന്നതായിരിക്കും. തരുമോ ഇല്ലെന്നൊക്കെയുള്ള അവിടെ പോകുമ്പോൾ അവർ ഷോപ്പുകാർ തീരുമാനിക്കുന്നതാണ്. എന്തായാലും ഞാൻ പോവും. ഇപ്പം ഞാൻ വന്നേക്കുന്നത് അത്യാവശ്യം പൈസ ആവുന്ന വണ്ടികളുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും തരാനാണ്. വണ്ടികളെല്ലാം പുതിയ മുഖമാണ്. അപ്പോൾ അതിൻ്റേതായ പൈസയാവും. അതായത് ഒരു 2023 വണ്ടി എന്നൊക്കെ പറയുമ്പം കുറഞ്ഞ തുകയ്ക്ക് തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പം അത് പൈസയാവും. പക്ഷേ എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളായിരിക്കും. അതേപോലെ തന്നെ കിലോമീറ്റേഴ്സ് കുറഞ്ഞായിരിക്കും. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികളാകുമ്പോൾ അതിൻ്റേതായ പൈസയാവും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഡിക്സംബ്രോ വന്നിട്ടുണ്ട്. ഡിക്സ, ഇത്തവണ ഞാൻ തുടക്കമേ ജാമ്യം വെച്ചിട്ടുണ്ട്. വില കൂടിയ വണ്ടികളൊക്കെ കിടക്കുന്നത്. എല്ലാ വണ്ടികളും മിക്കവാറും പുതിയ വണ്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപ തൊട്ടാണ് തുടങ്ങാൻ പോകുന്നത്? നമുക്കൊരു 3 രൂപ സ്റ്റാർട്ടിംഗ് വണ്ടി കിടക്കും. 3 രൂപ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു ഷോർട്സ് ഇവനെ ഇപ്പോൾ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവൻ 2023 വോൾട്ട് ഇത് 470 തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇത്തവണത്തെ വീഡിയോയിൽ വിലയൊക്കെ താത്ത പറയുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നമ്മളെ വീഡിയോയിലിടുക. നമുക്കിവിടെ ആദ്യം ഒരു എക്സ്പ്രസ് തുടങ്ങിയാലോ. ഏറ്റവും പുതിയ മുഖം 2020 മോഡൽ എക്സ്പ്രസോ VXI പ്ലസ് വെറും 20000 കിലോമീറ്റർ വണ്ടി ഓട്ടുള്ളൂ. ഓണർഷിപ്പും കാര്യങ്ങളും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ തട്ട മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. ഏതാ വേരിയൻറ്റ്? VXI പ്ലസ് ടോപ്പ് വേരിയൻറ്റ്. ടോപ്പ് വേരിയൻറ്റാണ്. എഞ്ചിനും ഗിയർ ബോക്സിനും 1 ഇയർ വാറണ്ടി ഉൾപ്പെടെ വരുന്നുണ്ട് വണ്ടിക്ക്. സീറ്റ് ഓവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് ഫ്രീ ആണ്. എല്ലാം നീറ്റ് വണ്ടി. ചോദ്യം എത്ര? വണ്ടിയിൽ ഒരു 435 നമുക്ക് വണ്ടി കൊടുക്കാം. 435 നമുക്കൊരു 410, 4.4, 415 രണ്ടെങ്കിൽ ലോണും കിട്ടും വണ്ടി. അതൊരു 10, 15, 20 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. നമുക്ക് 5 വർഷം ലോണും കിട്ടും. 5 വർഷം ലോണും കിട്ടും. മാസം അപ്പോൾ അടവ് എങ്ങനെയായിരിക്കും? മാസം നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് ഒരു 2400, 450 കടവ് വരുത്തുള്ളൂ. അടവ് വരുത്തുള്ളൂ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് 2019 മുതൽ ഓട്ടോമാറ്റിക് വെറും 40000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. സിംഗിൾ യൂസ് വണ്ടി. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. വെറും 40000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. 40000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആകുമ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. കമ്പനി 20+ ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ അത്രയും പ്രതീക്ഷിച്ചെങ്കിലും അതിനടുപ്പിച്ചുള്ള മൈലേജ് നമുക്ക് വണ്ടിക്ക് കിട്ടും. നമ്മൾ കമ്പനി 24, 23 ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ അത്രയും പ്രതീക്ഷിക്കണ്ട. ഒരു 18, 19 ആ റേഞ്ച് എന്തായാലും കണ്ണുപൂടി വണ്ടിക്ക് മൈലേജ് കിട്ടും. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 440 കൊടുക്കാൻ വേണ്ടി. 440. മറ്റേ എത്രയായിരുന്നു? അത് 440. ഓട്ടോമാറ്റിക് ആണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഇത് 19, അത് 20. ഇത് 19 ഓട്ടോമാറ്റിക് 440, അത് 20 മാനുവൽ 440. ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അതുണ്ട്. അതുപോലെ ഇത് ഓട്ടോമാറ്റിക്കാണ്. കാടൊക്കെ 2021 മോഡൽ സെലറി ഇസഡെക്സൈ വണ്ടി വെറും 13000 കിലോമീറ്റർ വണ്ടി ഓട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി. 13 ആയപ്പോഴേ സെക്കൻഡ് ഓണർ വണ്ടി. 2021 സെലേറിയോ ഇസഡെക്സൈ സെക്കൻഡ് ഓണർ വണ്ടി വെറും 13000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സിനും 1 ഇയർ വാറണ്ടി വിത്ത് 3 ഫ്രീ സർവീസ് ഉൾപ്പെടെ ഉണ്ട് വണ്ടിക്ക്. 13 ആയപ്പോഴേ രണ്ടാമത്തെ ഓണറായി. ആ ഒരു ഫാൾട്ട് മാത്രമേ ഉള്ളൂ വണ്ടിക്ക്. പക്ഷേ വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് ഓവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ്, സ്റ്റിയറിംഗ് ഗ്രിപ്പ്, സ്റ്റീരിയോ എല്ലാം അതിനകത്തുണ്ട്. പിന്നെ സ്റ്റീരിയോയും സെൻട്രൽ ലോക്കും എല്ലാം ഇമ്പിൾട്ടഡ് വരുന്നത് അതിനകത്ത് ഇസഡെക്സൈ ആയതുകൊണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5-10 കൊടുക്കാൻ വേണ്ടി. 5-10 കൊടുക്കാം. എത്ര ഉണ്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 4, 4.25, 4.80 വണ്ടിക്ക് ലോണും കിട്ടും.
4.25 വരെ ലോണുണ്ട്. ലോണും കിട്ടും വണ്ടിക്ക്. അത് 2020 മോഡൽ ബലേനോ ഡെൽറ്റ വേരിയൻറ്റ്. 2020 മോഡൽ ബലേനോ ഡെൽറ്റ വെറും 50,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെൻറ്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസും കാര്യമെല്ലാം വണ്ടിക്ക് വരുന്നുണ്ട്. 2023 വണ്ടി വെറും 53,052 കിലോമീറ്റർ. വേരിയൻ്റ് ഏതാ? ഡെൽറ്റ വേരിയൻറ്റ്. ടയറും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. അത് ഇത് അത്ര ഉണ്ടോ? ഉണ്ട്, ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്കൊരു 6.45 വണ്ടി കൊടുക്കാം. 6.45. 6.45. ആദ്യം എത്ര? ആദ്യം നമുക്കൊരു 6-6.25 വണ്ടിക്ക് ലോണും കിട്ടും. അപ്പോൾ ഒരു 10-20 രൂപ കൊണ്ട് ഇറക്കാം വണ്ടി ഇറക്കാം. 5 വർഷം വരെ ലോൺ ലോണും കിട്ടും വണ്ടിക്ക്. മാക്സിമം ഫണ്ടിങ് കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് കൊടുക്കും. സിവിൽ സ്കോറും ബാങ്കിങ് പക്കയാണെങ്കിൽ. അടുത്ത ഒരു ബ്രസ 2021 മോഡൽ ബ്രസ VX 33,000 കിലോമീറ്റർ വണ്ടി ഓട്ടുള്ളൂ. സിംഗിൾ യൂസ് വണ്ടി. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. 2021 വണ്ടിയാണ്. VX വേരിയൻറ്റ്, സിംഗിൾ ഓണർഷിപ്പ്, 33,000 കിലോമീറ്റർ. വണ്ടിയുടെ വില വരെ നമുക്കൊരു 890 ആ റേഞ്ച് വരും. 890. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. ഷോ കണ്ടീഷൻ വണ്ടി. ഇത് സേഫ്റ്റി ഫീച്ചേഴ്സ് എങ്ങനെയാണ്? എയർ ബാഗ് കാര്യങ്ങളൊക്കെ? 2 ഡുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വണ്ടിക്കത് വരുന്നുണ്ട്. 2 വരുന്നുണ്ട്. അത് 2016 മോഡൽ ഡിസയർ VX 43,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ 2016 മോഡൽ ഡിസയർ VX 43,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. കുറച്ച് ഓടിയിട്ടുള്ളൂ. കുറച്ചുകൂടി അത്യാവശ്യം ആക്സറീസും കാര്യങ്ങളെല്ലാം വണ്ടിക്കത് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 5,50,000 കൊടുക്കാം. 5 നമുക്ക് വണ്ടി കൊടുക്കാം. 5 അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കത്തുണ്ട്. പിന്നെ 5,000 കൂടി അങ്ങ് മാറ്റി കൂടിയാ അപ്പോൾ റൗണ്ട് ഒരു 5 ലക്ഷം ആവും. അതൊക്കെ ആക്കാം. അത് കസ്റ്റമർ സംസ്ഥാനത്തിൽ സെറ്റായി കൊടുക്കാതല്ല. അതെ, വരുന്നവർ തീർച്ചയായിട്ടും ഡിക്സിനെ തന്നെ കാണുക. കണ്ട് പുള്ളിക്കാരനെ തന്നെ കണ്ട് സംസാരിക്കുക. ആനുകൂല്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. 2016 മോഡൽ ബലേനോ ഡെൽറ്റ വേരിയൻറ്റ്. 2016 ഡെൽറ്റ 68,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. 2016 മോഡലാണ്. ആക്സിഡൻറ്റ് ഫ്രീ ആണ്. വണ്ടിയുടെ വില വരെ നമുക്കൊരു 5 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നമുക്ക് 5 രൂപ കൊടുക്കാം. 16 മോഡൽ ഡെൽറ്റ 5 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. നമുക്കൊരു 4,50, 4,3 ലോണും കിട്ടും വണ്ടിക്ക്. 10-25 അടച്ചാൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. നമുക്ക് 25 രൂപ വേണ്ട. അത്യാവശ്യം സിവിൽ സ്കോറും ബാങ്കിങ്ങെല്ലാം പക്കയാണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. എടുക്കും. ബാങ്കിങ്ങും സിവിൽ സ്കോറും പക്കയാണെങ്കിൽ. അതെ, പിന്നെ അത് പറഞ്ഞില്ലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബാങ്കിങ് വേണം. അതായത് ബാങ്ക് ട്രാൻസാക്ഷൻ അത്യാവശ്യം വേണം. അത്യാവശ്യം സിവിൽ സ്കോർ അത്യാവശ്യം വേണം. ഒരു 700+ സിവിൽ സ്കോർ വേണം. ഒരു 720 മുകളിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ. ഈ 700 മുകളിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിലും ഇതിന് മുമ്പെടുത്ത് ഏതെങ്കിലും ലോണിലെ ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും? പറ്റത്തില്ല. ചെക്ക് ബൗൺസ് ആയി പോയില്ലേ, അപ്പോൾ സിവിൽ സ്കോർ ബാധിക്കും. എന്തായാലും 700 മണ്ടേ ഉണ്ടെന്ന് വെയ്. പക്ഷേ ലോൺ ചെയ്യുമ്പോൾ ലോൺ ട്രാക്കിനകത്ത് അത് കാണിക്കും. അപ്പോൾ എന്തായാലും റിജക്റ്റ് ആവും. അപ്പോൾ ഫുൾ ലോൺ എന്തായാലും കിട്ടത്തില്ല. 2018 മോഡൽ ബലേനോ ഓട്ടോമാറ്റിക്. AMT അല്ല, 80 ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടി. 2018 മോഡൽ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ്. വെറും 38,000 കിലോമീറ്റർ വണ്ടി ഓട്ടുള്ളൂ. 2018 മോഡൽ. AMT അല്ല, 80 ഫുള്ളി ഓട്ടോമാറ്റിക് വണ്ടി. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. എൻജിനും ഗിയർ ബോക്സിനും വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് വില വരാൻ നമുക്കൊരു 6,40 വരും. 6,40. 2018 ബലേനോ ഓട്ടോമാറ്റിക്. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ. ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. ക്യാമറയും കാര്യങ്ങളും വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാത്? നമുക്കൊരു 6, 10, 6, 15 ഒരു അറൗണ്ട് ഒരു 10, 15, 20 വരെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. 2018 ബലേനോ ഡെൽറ്റ ഓട്ടോമാറ്റിക് 80 ആണ്. 2022 മോഡൽ എക്സ്പ്രസോ VX വണ്ടി. വെറും 10,000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2022 മോഡൽ എക്സ്പ്രസോ VX വെറും 10,000 കിലോമീറ്റർ. 10,530 കിലോമീറ്റർ ഓടി എക്സ്പ്രസോ VX വണ്ടി. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. ഒന്നുമില്ല. അഡീഷണൽ ചെയ്താണ് ഈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ്, സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇതെല്ലാം അഡീഷണൽ ചെയ്താണ്. 10,000 ഓടിയ ടയർ തന്നെയല്ലേ കിടക്കണേ? ഫസ്റ്റ് ടയർ. ആക്സിഡന്റ് കേസ് ഒന്നുമില്ല. വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി ഉൾപ്പെടെ വണ്ടിക്ക് വരുന്നുണ്ട്. എത്ര വർഷം? 1 ഇയർ വാറണ്ടി.
1 ഇയർ വാറണ്ടി. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് വണ്ടി 460 നമുക്ക് കൊണ്ട് കൊടുക്കാം. 460. 2022 മോഡൽ വണ്ടി 460 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് അല്ല, ഫിക്സ് അല്ല. അതിനകത്ത് നെഗോസിയേഷൻ ഉണ്ടാവും, റേറ്റിനകത്ത് ഉണ്ടാവും. 2 വണ്ടി 2023 കേട്ടൺ. ഏതൊക്കെയാണ്? 2 വണ്ടി, 2 അടുപ്പിച്ചിട്ട് 21 ബ്ലൂ, 21 ഗ്രേ. 6000 കിലോമീറ്റർ. ഇത് മാനുവലാണോ? 2 മാനുവൽ. 2 മാനുവലാണ്. കിലോമീറ്റർ വ്യത്യാസമുണ്ട്. പറഞ്ഞോ. ഇത് 6000 കിലോമീറ്റർ, ഇത് 4000 കിലോമീറ്റർ. 6-4 കിലോ. 2023 കേട്ടൺ VXI. അപ്പോൾ ആദ്യം ഇതിൽ തുടങ്ങാം. രണ്ടും ഒരേ റേറ്റ് തന്നെ. 2023 ആണ്. ഇവർ 2000 കിലോമീറ്റർ വ്യത്യാസമുണ്ട് തമ്മിൽ. 2023 വണ്ടി കേട്ടൺ VXI. ഈ രണ്ടിനും ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്? രണ്ടിനും ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ്, വാറണ്ടി ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട് വണ്ടിക്ക്. അത് 4803 കിലോമീറ്റർ. ഇത് സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. നല്ല ടയറാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. 2023 കേട്ടൺ VXI ബ്ലൂ ഗ്രേ 2 വണ്ടി കിടപ്പുണ്ട്. അത്ര വ്യത്യാസമേ ഉള്ളൂ. കിലോമീറ്റർ 2000 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇത് 6000 ആണെങ്കിൽ ഇത് 4000, അത്രയും വ്യത്യാസമേ ഉള്ളൂ. ബ്ലൂ ആകുമ്പോൾ 6000 വരും. അതെ, മറ്റേതാകുമ്പോൾ 4000 വരും. ഇതിന് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്തെല്ലാം ചെയ്തത്. മറ്റേത് അങ്ങനൊന്നുമില്ല. മറ്റേ സീറ്റ് കവർ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അതിന് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെത്ര? രണ്ടും ഒരു വിലയല്ലേ? രണ്ടിനും വണ്ടി വില നമുക്ക് 470 രൂപ. 2 വണ്ടികൾ. ഇതിനും ആക്സിഡന്റ് കേസ് റീപ്ലേസ്? രണ്ടിനും ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് 470, ഇത് 470. 2023 കേട്ടൺ മാനുവൽ. 2023 കേട്ടൺ മാനുവൽ. 4000 കിലോമീറ്റർ, 6000 കിലോമീറ്റർ. നമുക്ക് 470 കൊടുക്കാം. 2014 മോഡൽ ഡിസയർ VXI 49000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. ഇനി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. നീറ്റ് കണ്ടീഷൻ വണ്ടി. 2014 മോഡൽ. വെറും 49000 കിലോമീറ്റർ വണ്ടി പോയിട്ടുള്ളൂ. 4 ഡോർ പവർ വിൻഡോ അല്ലേ? 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ്, സെൻട്രൽ ലോക്ക് എല്ലാം വണ്ടിക്ക് തരുന്നുണ്ട്. 2014 ഡിസയർ VXI വണ്ടി. വെറും 49000 കിലോമീറ്റർ. എത്ര ചോദ്യം? നമുക്കൊരു 445 കൊടുക്കാം വണ്ടി. നമുക്ക് 449. 445 കൊടുക്കാം. 45. ഓക്കെ. 4.5 പോലും നമ്മൾ ചോദിക്കുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നും പറയണ്ട. ഈ പറഞ്ഞ റേറ്റിലും ഫിക്സഡ് അല്ല, നെഗോസിയേഷൻ ഉണ്ടാവും. ഫിക്സഡ് റേറ്റ് ഒന്നും അല്ലത്. അടുത്ത 2022 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് വണ്ടി. വെറും 25000 കിലോമീറ്റർ വണ്ടി പോയിട്ടുള്ളൂ. 20000 ഓടിയിട്ടുള്ളൂ. 2022 മോഡൽ സ്വിഫ്റ്റ് VXI AMD വണ്ടി. ഓക്കെ. AMD ഓട്ടോമാറ്റിക്. 2022 സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടി. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഒരു ബമ്പർ റീപ്ലേസ് ചെയ്തില്ല വണ്ടിയുടെ. എത്ര ചോദ്യം ചെയ്യുന്നത്? ഇത് നമുക്കൊരു 735 കൊടുക്കാൻ വേണ്ടി. നമുക്ക് 735 കൊടുക്കാം. ഈ ടയറൊക്കെ 25 ഓടിയ ടയർ തന്നെയല്ലേ? ഫസ്റ്റ് ടയർ അടക്കുന്നതല്ല, ഫസ്റ്റ് ടയർ തന്നെ. ഓക്കെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് 2022. എത്ര ഉണ്ട് ഇറക്കാം? ഇത് നമുക്കൊരു 7 ലക്ഷം രൂപ ലോൺ കിട്ടും വണ്ടിക്ക്. 7 ലക്ഷം രൂപ കിട്ടും. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എത്ര ഉണ്ട്? എനിക്കൊന്ന് 8-8.45 അടിച്ചിട്ടുണ്ടോ വണ്ടിക്ക് ഇറങ്ങിയപ്പോൾ. അത്ര ഉണ്ടോ? ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് അല്ലേ. 2023 ഇഗ്നിസ് ഡെൽറ്റ വേരിയൻറ്റ് 20000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. 20000. 2023 ഡെൽറ്റ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. എഞ്ചിന് ഗിയർ ബോക്സിനും വാറണ്ടി വിത്ത് ഫ്രീ സർവീസ് എല്ലാം വണ്ടിക്ക് അത് വരുന്നുണ്ട്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ എല്ലാം, എയർ ബാഗ് എല്ലാം വണ്ടിക്ക് അതുകൊണ്ട്. 2023 മോഡലാണ്. വെറും 20000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര ചോദ്യം? നമുക്കൊരു 620 കൊണ്ടു കൊടുക്കാം. 620 കൊടുക്കാം. അത് 2019 മോഡൽ സെലേറിയോ VXI പ്ലസ്. വെറും 9000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. 9. വെറും 9000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. 2019 മോഡൽ സെലേറിയോ എക്സ്പ്രസോ VXI വണ്ടി. മൊത്തത്തിൽ ഒരു ഓറഞ്ച് മയമാണല്ലോ. മൊത്തത്തിൽ ഓറഞ്ച്. സീറ്റ് കവർ ആയാലും ഇന്റീരിയർ ആയാലും റൂഫ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് വണ്ടിയുടെ. അത് ഇവര് പ്രത്യേകം അടിച്ചത്. പെയിന്റ് ആണല്ലേ? വെറും 9000 കിലോമീറ്റർ വണ്ടി പോയിട്ടുള്ളൂ. 2019 മോഡൽ സെലേറിയോ VXI പ്ലസ്. വെറും 9000 കിലോമീറ്റർ. കൊള്ളാം. സ്ഥിരം കാണുന്ന കളർ അല്ലാത്തതുകൊണ്ട് ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. ഒരു വെറൈറ്റി കളർ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 420 കൊടുക്കാൻ വേണ്ടി. നമുക്ക് 420. 2019 വെറും 9000 കിലോമീറ്റർ ഓടി നമുക്ക് 420 കൊടുക്കാം. നല്ല ടയേഴ്സാണ്. 9000 കിലോമീറ്റർ ഓടി ടയറല്ലേ, അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ടയറാണ്. കുഴപ്പമില്ല. ഇത് ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടി എഞ്ചിനും ഗിയർ ബോക്സിന് വാറണ്ടി വരുന്ന വണ്ടിയാണ് വണ്ടി. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് അതില്ല. 2018 മോഡൽ സ്വിഫ്റ്റ് VXI വെറും 36000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. സിംഗിൾ യൂസ് വണ്ടി. എഞ്ചിനും ഗിയർ ബോക്സിന് വാറണ്ടി ഉൾപ്പെടെ വണ്ടിക്ക് തരുന്നുണ്ട്. 2018 മോഡൽ സ്വിഫ്റ്റ് VXI. ഈ വാറണ്ടി എത്ര വർഷത്തേക്ക് കാണും? 6 മാസം വാറണ്ടി. 6 മാസമേ ഉള്ളൂ. എഞ്ചിനും ഗിയർ ബോക്സും നീറ്റ്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പീസ് മാറ്റ്, ആക്സസറീസ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. അത്യാവശ്യം ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്.
വേറെ 36,000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. വേറെ അപാകതകൾ അപ്പോൾ അതുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 5.45 കൊടുക്കാം. 5.45. 5.45 കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ കുറയുമോ? കുറയും. ഫിക്സ് റേറ്റ് ഒന്നുമില്ല. ഈ പറയുന്ന ഒന്നും ഫിക്സ് റേറ്റ് അല്ല. ഈ പറയുന്ന എല്ലാത്തിനും നെഗോസിയേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ വൈറ്റ് കളർ, സെയിം വേരിയൻറ്റ്, സെയിം കിലോമീറ്റർ, സെയിം മോഡൽ. 2018 VXI 38,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. 5.80 റേഞ്ച് വരും. 5.80. രണ്ടും ഒരേ പ്രൈസാണോ? അതെ, രണ്ടും 2018 ആണ്. 18 VXI ആണ്. 36,000 കിലോമീറ്റർ, 37,000 കിലോമീറ്റർ. അത്രയും വ്യത്യാസം. 1000 കിലോമീറ്ററിന് വ്യത്യാസമേ ഉള്ളൂ. അതിൽ പൈസ ഒന്നും കുറച്ച് കൊടുക്കത്തില്ല? 1000 കിലോമീറ്ററിന് 1000 കുറച്ച് കൊടുക്കാം. 1 കിലോമീറ്റർ 1 ലക്ഷം കുറച്ച് കൊടുക്കാം. ബാക്ക് ടയർ കുറച്ച് തേഞ്ഞ പോലെ, ഫ്രണ്ട് കുഴപ്പമില്ല. 2 5.85. 5.75. ഇതിനകത്ത് എക്സ്ട്രാ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. 2 വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും 2 വണ്ടിക്കും ചെയ്തിട്ടില്ല. 2 വണ്ടിക്ക് ഒന്നുമില്ല. ക്ലെയിമോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഇത് ഡുവൽ ടോൺ ആണോ അതോ അങ്ങനെ ആക്കിയത്? എക്സ്ട്രാ ഡുവൽ ടോൺ അല്ല, എക്സ്ട്രാ കയറ്റിയത്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ 23, 22, 21, 24 എന്നീ വർഷങ്ങളിലുള്ള വണ്ടികളായിരിക്കും തോന്നുന്നത്. അങ്ങനെയുള്ള വണ്ടികളായിരുന്നു തോന്നിയത്. ഒരു വണ്ടികൾ പോലും ഇതുവരെ ഇപ്പോൾ കാണിച്ച ഒരു വണ്ടികളിലും യാതൊരു തര അപാകതകളില്ലാത്ത വണ്ടികളാണ്. എല്ലാം നല്ല ഫ്രഷ് വണ്ടി. കാണുമ്പം നല്ല കോഴിമുട്ട പോലത്തെ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരുപാട് നല്ല നല്ല വണ്ടികളാണ് കാണിച്ചു തന്നത്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിൽ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.